ഇപ്പം നമ്മളെ കേരളത്തിൽ ഈ അടുത്ത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പ്രവാസികളുടെ ജീവിതത്തിനെ കുറിച്ചിട്ട്. നമ്മളെ ആട് ജീവിതം പൃഥ്വിരാജിന്റെ ഫിലിം ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് പ്രവാസികളെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കംപ്ലീറ്റ്ലി ഉള്ളത്. ഇപ്പൊ പല ട്രോളുകളാണെങ്കിലും അതേപോലെ സ്റ്റാറ്റസുകളാണെങ്കിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഞാനൊരു സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു മോള് അച്ഛനെ കുറിച്ചിട്ട് പറയുന്ന ഒരു കാര്യം. ഞാൻ ഈ ആട് ജീവിതം സിനിമ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ ഞാൻ വീണ്ടും ഈ ഗൾഫിലേക്ക് വിടൂലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഗൾഫിൽ ജോലി അല്ലെങ്കിൽ GCC കൺട്രീസിൽ അല്ലെങ്കിൽ പുറത്തുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഫാമിലി ലീവ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. അല്ലെങ്കിൽ അവരൊരു ലിവിങ് സ്റ്റാൻഡേർഡ് തന്നെ വേറൊരു രീതിയിലേക്ക് പെട്ടെന്ന് മാറുന്നൊരു സാഹചര്യം നമ്മൾ കുറെ കാണാറുണ്ട്. ഇപ്പം ശരിക്കും ഇങ്ങനത്തെ ഫിലിംസ് ആണ് നമുക്ക് ഇവരെ ജീവിതത്തിൽ, അവിടെ ഗൾഫ് പോയിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അവർ അനുഭവിക്കുന്ന സ്ട്രഗിൾസ്, അവർ ഫിനാൻഷ്യലി അനുഭവിക്കുന്ന സ്ട്രഗിൾസ്, അല്ലെങ്കിൽ അവരെ ഇമോഷണലി ഉണ്ടാവുന്ന സ്ട്രഗിൾസ് ഒക്കെ നമ്മൾ ഇങ്ങനത്തെ സിനിമയിൽ കൂടിയാണ് കാണാറുള്ളത്. ഇപ്പൊ ഈ ആട് ജീവിതം അല്ലെങ്കിൽ പത്തേമാരി പോലത്തെ മമ്മൂട്ടിയുടെ സിനിമയൊക്കെ, അതിലൊക്കെ ഒരുപാട് സീൻസ് ഒക്കെ ഈ അവരൊരു സ്ട്രഗിൾസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവര് അവിടെ പോയിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അതിന്നാണ് കാണാറുള്ളത്. അപ്പം എങ്ങനെയാണ് ഒരു പ്രവാസീന്റെ ജീവിതം അല്ലെങ്കിൽ ഫിനാൻസ് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക എന്ന് വിചാരിക്കുന്നത്. അപ്പം ബാദ്ഷാ എനിക്ക് തോന്നുന്നു ദുബായിൽ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അവിടെ പോയിട്ട് അവിടുത്തെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ അവിടുത്തെ ജീവിത സിറ്റുവേഷൻസ് ഒക്കെ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. റമീസും അതേപോലെ തന്നെ സൗദിയിൽ എനിക്ക് തോന്നുന്നു ഒരു 6 months നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നമുക്കിന്ന് ലൈക്ക് അവരൊരു ജീവിത സ്റ്റൈൽ എങ്ങനെയാണ്, അവിടുത്തെ ഒരു ലിവിങ് കണ്ടീഷൻ എങ്ങനെയാണ്, അവിടുത്തെ ഒരു ഫിനാൻസ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ബാദ്ഷാന്റെ ഒരു ഒപ്പീനിയനിൽ എന്താണ്, അവരെങ്ങനെയായിരിക്കണം ഫിനാൻസ് പ്ലാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ്, ബാദ്ഷയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന സ്ട്രഗിൾസിനെ കുറിച്ചിട്ടൊന്ന് പറയും. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കേരളവും പ്രവാസികളും തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ പ്രവാസികൾ നമ്മുടെ കേരളത്തെ കൂടി നമ്മുടെ രാജ്യത്തിനും കൂടി മുതൽക്കൂട്ടാണെന്നുള്ള കാര്യം കൂടി നോക്കണം. അതായത് നമ്മുടെ കേരളം ഒരിക്കലും ഒരു പ്രൈമറി സെക്ടറിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്ഥാനമല്ല, സെക്കൻഡറിയും അല്ല ഇവിടെ. കാരണം ഇൻഡസ്ട്രിയൽ കാര്യങ്ങളും പിന്നെ മൂന്നാമതായിട്ട് വരുന്ന ഒരു സർവീസ് സെക്ടർ, അതിൽ തന്നെ ഏറ്റവും വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ NRIs ആണ്. അവരാണ് ശരിക്കും നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. കേരളത്തിന്റെ നെടുന്തൂൺ തന്നെ പ്രവാസികളാണ് എന്നുള്ളത് നമ്മൾ പല ഏരിയയിൽ നമ്മൾ കേട്ടുള്ള കാര്യമാണ്. അപ്പൊ അല്ലെങ്കിൽ ഒരു റെമിറ്റൻസ്, GCCയിലെ റെമിറ്റൻസിനെ കൊണ്ടാണ് കേരളം ഭയങ്കര സ്ട്രോങ് ആയിട്ട്, ഈവൻ ബാക്കി രാജ്യങ്ങളൊക്കെ ബാക്കി ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ബാധിക്കുന്നതെങ്കിലും കേരളത്തിന് അധികം അത് ബാധിക്കാത്തത് കേരളത്തിലെ ഒരു മേജർ ഫണ്ടിങ് സോഴ്സും റെമിറ്റൻസ് ആണ് എന്നുള്ളതിനെ കൊണ്ടാണ്. ഒരു 2 വർഷം മുമ്പ് വരെ ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പണം എത്തിയൊരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണ്. കേരളത്തിലെ ജീവിത നിലവാരം ഉയർന്ന, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ജീവിത നിലവാരം ഉയർന്നു നിൽക്കാനുള്ള ഒരു പ്രധാന കാരണവും നമ്മുടെ പ്രവാസികൾ തന്നെയാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇവര് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഈ ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ പ്രവാസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര, അവരെ സംബന്ധിച്ച് അതിൽ വലിയൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്കില്ല. അറ്റ് എ ടൈം അവർ പ്രവാസിയായി നിൽക്കുന്ന ടൈം അവരുടെ ഫാമിലിയൊക്കെ നല്ല രീതിയിൽ ലക്ഷറി ആയിട്ട് നല്ല ഫുഡ്, വസ്ത്രം, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ തിരിച്ചു വന്നിട്ടുള്ള ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ പ്രവാസ ലോകത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, അവിടെ നല്ല ബിസിനസ്സും ഒരു ലക്ഷറി ലൈഫൊക്കെ നല്ല രീതിയിൽ പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പിന്നെ വരുന്നത് ഒരു അത്യാവശ്യം അവിടെ ഓഫീസ് ജോബുകളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സാലറി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർ. പിന്നെ മൂന്നാമത് വരുന്ന ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ളതും ഈ ഒരു സെക്ടറിൽ. അതായത് നമ്മുടെ ജീവിതം, കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഏത് ജോലിയും എത്ര സമയം വേണമെങ്കിലും എടുത്ത് ആ ഒരു പൈസ നാട്ടിലേക്ക് അയക്കുക. ഒരു കൃത്യമായ ജോലിക്ക് ഒരു ടൈമില്ല, ഒരു ഇന്ന ദിവസം എന്നുള്ള ലീവിൽ, ഈവൻ അവിടെ വരുന്ന ആഘോഷങ്ങൾ, പെരുന്നാൾ പോലുള്ള ആഘോഷങ്ങൾ ദിവസങ്ങൾ പോലും ജോലിയെടുത്ത് ആ പൈസ നാട്ടിലേക്ക് അയക്കേണ്ടി വരുന്ന, സ്വന്തം ജീവിതം പോലും കുടുംബത്തിനും ഒക്കെ ആയിട്ട് ത്യജിക്കേണ്ടി വരുന്ന. മമ്മൂട്ടി പത്തേമാരിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം 10,000 രൂപ നമുക്ക് ശമ്പളം കിട്ടുന്ന സമയത്ത് ബാക്കി ഒരു 10,000 രൂപ എക്സ്ട്രാ വേറെ ആരുടെങ്കിലും കടം വാങ്ങിയിട്ട് അത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് മമ്മൂട്ടിയുടെ സിനിമയിൽ, അത് പത്തേമാരിൽ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ലൈനാണ്.
ഇവരൊക്കെ ജീവിതത്തിന്റെ ഒരു പകുതിയിലധികം കാലം ജീവിക്കുന്നത് അവിടെയാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യൽ, അവരുടെ ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ 0 ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവര് ഏൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഈവൻ ഇവരുടെ ഫാമിലി പോലും സ്പെൻഡ് ചെയ്യുക ഇത് നോക്കുന്നുണ്ടാവില്ല. അവര് വിചാരിക്കുന്നുണ്ടാവും അവിടെ ഇത്ര സാലറി ഉണ്ടാവും, അതിന് ചെറിയൊരു അളവായിരിക്കാം ഇങ്ങോട്ടേക്ക് അയച്ചത്. മമ്മൂട്ടി പറഞ്ഞ ഡയലോഗ് ഉണ്ട്, 10,000 രൂപയാണ് സാലറി എങ്കിൽ ഒരു 5,000 രൂപ അല്ലെങ്കിൽ 10,000 കൂടി കടമായിട്ട് അത് കൂട്ടിയാണ് നാട്ടിലേക്ക് അയക്കുന്നത് എന്നുള്ളത്. ഓരോ പ്രവാസി നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴും അവരുടെ മേലെ വേറൊരു ബാധ്യത വരികയാണ്. അപ്പോൾ കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഇല്ല. അത് ബാദ്ഷന്റെ ജീവിതത്തിൽ അവിടെ പോയിട്ട് നന്നായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ഞാൻ അവിടെ പോയിട്ട് ഒന്ന് ലേബർ ക്യാമ്പിൽ താമസിച്ചിട്ടുണ്ട്. അത് 2 ദിവസം ഫ്രണ്ടിന്റെ കൂടെ പോയപ്പം ആകസ്മികമായിട്ട് അവിടെ എത്തിപ്പെട്ടതാ. അവിടുത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാല് ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മീൻസ് അങ്ങനെ ജീവിക്കാം. ഈവൻ കൃത്യമായ ടൈമിങ്ങിലെ ജോലിക്ക് നല്ലൊരു വൃത്തിയുള്ള ഒരു കിടന്നുറങ്ങാൻ താമസിക്കാനുള്ള ഒരു സൗകര്യം പോലും ഇല്ല. നമ്മളിവിടെ തെരുവിൽ നിൽക്കുന്നതിനോട് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആൾക്കാർ ഈ പറഞ്ഞ മാതിരി ഒരു പൈസ റേസ് ചെയ്യുന്നത്. അതെ, കാരണം അവര് അവിടെ വിചാരിക്കുക ഇപ്പൊ നല്ല റൂം വേണമെങ്കിൽ ഇപ്പം 1000 ദിർഹം വേണം, ഈ 1000 ദിർഹം കൂടി എനിക്ക് നാട്ടിലേക്ക് അയക്കാലോ. ഞാൻ ഇവിടെ വന്നത് മീൻസ് പുതുതായിട്ട് ഞാൻ പോകുമ്പോൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഓക്കെ, 2 കൊല്ലം ഇങ്ങോട്ടേക്ക് ഗൾഫിൽ പോയി കുറെ പൈസ ഉണ്ടാക്കി നാട്ടിലൊന്ന് ബിസിനസ് ചെയ്യണം. എല്ലാ ഗൾഫുകാരും ഫസ്റ്റ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരാൾക്ക് പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതേമാതിരത്തെ ഒരു വ്യക്തി ഒരു 6 മാസം അല്ലെങ്കിൽ 2 വർഷം സൗദി പോയി കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരാൻ ടൈമിൽ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ട് പോയത് ലൈക്ക് ഞാൻ 2 വർഷം വർക്ക് ചെയ്തിട്ട് ഒക്കെ സെറ്റിൽ ആയിട്ട് ഞാൻ തിരിച്ചു വരാൻ. പക്ഷെ അവിടെ വർക്ക് ചെയ്ത ടൈമിൽ ഇപ്പൊ എനിക്കും അനുഭവപ്പെട്ടത് അതൊരു ലൈക്ക് അങ്ങനെ പോയിട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വന്നവരുണ്ട്. ബട്ട് ഇപ്പൊ നമുക്കൊരു ജോബ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഫിക്സ്ഡ് ടൈമോ കാര്യങ്ങളോ ഇല്ല. ഇപ്പൊ ഇവിടെ നമ്മളൊരു 8 hours ആണ് നമ്മൾ ഒരു ഓഫീസ് ജോബോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ 10 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് അവിടെ വർക്കിംഗ് അവേഴ്സ് വരുന്നത്. അതും രാവിലെ മോർണിംഗ് തുടങ്ങി നൈറ്റ് തീരുന്ന രീതിയിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈ പറഞ്ഞ പോലെ സാധാരണക്കാരാണ് അതിൽ കൂടുതൽ. ഇപ്പൊ ഇതേ പറഞ്ഞ പോലെ കഫ്റ്റീരിയ, സൂപ്പർ മാർക്കറ്റ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ ജോലി ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ ആയിരിക്കാം. ചിലപ്പോ ഒന്ന് ഉറങ്ങേണ്ട ടൈം 12 മുതൽ 16 മണിക്കൂർ വരെയൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അതും പിന്നെ അതിനെ കൂടുതൽ വർക്ക് എടുക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ അവൻ 10 to 11 hours ആണ് അവന്റെ വർക്കിംഗ് ടൈം. അതിൽ കൂടുതൽ വർക്ക് എടുക്കുമ്പോൾ മാത്രം അവന് ഓവർ ടൈമിന് ക്യാഷ് കിട്ടുന്ന അങ്ങനത്തെ ഇതിലോട്ട് പോകുന്നുണ്ട്. അപ്പം പ്രവാസികൾ അധികവും അങ്ങനെ ഒപ്റ്റ് ചെയ്യുന്നവരും ഓവർ ടൈം വർക്ക് ചെയ്യാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ പണിയെടുക്കാൻ വന്നതാണ്. അപ്പൊ നമ്മള് കഷ്ടപ്പെട്ട് പണിയെടുക്കണം എന്നുള്ളൊരു സോഷ്യൽ ലൈഫോ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കുറവാണ്. അതേപോലെ തന്നെ ഫൈനാൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോകുന്നവരാണ്. ലൈക്ക് പലരും ഇപ്പൊ ഞാൻ കണ്ടതിൽ ഇപ്പൊ എന്റെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളത് കാണുന്ന ഒരു രീതിയാണ്. ലൈക്ക് ഗൾഫിൽ പോകും, GCC പോകും, നല്ലപോലെ വർക്ക് ചെയ്യും. എന്റെ ഫാമിലിയിൽ എല്ലാവരും ഇപ്പം എളാപ്പ അല്ലെങ്കിൽ മാമാര് എല്ലാവരും ഗൾഫിൽ തന്നെയാണ്. അപ്പൊ അതിലും ഇപ്പൊ ഞാൻ എടുത്തു പറയുന്നത് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ജീവിതകാലം മൊത്തം തീർത്തു വന്ന് പിന്നെ നാട്ടിലൊരു വീട് വെച്ചു എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും സേവിങ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാല് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രവാസികളെടുത്ത് പ്രത്യേകിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരന്റെ ഇടയിൽ നമ്മൾ ഒരുന്ന് പൈസ ഉണ്ടാക്കണം പോയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ട് പറയുന്നത് ഇവിടെ നാട്ടിലെ സ്ഥലം വിറ്റിട്ട് സ്ഥലം വാങ്ങാൻ പോവുക എന്ന് പറയുന്ന ഒരു രീതിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ലിറ്ററലി അവരുടെ കൈമിൽ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മള് ആടുജീവിതത്തിന്റെ കാര്യം പറഞ്ഞു, അതിലിപ്പം നജീബ് പോകുന്നത് തന്നെ ഫ്രീ വിസ പറഞ്ഞിട്ടാണ്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് വിചാരിച്ചിരുന്ന ഫ്രീ വിസ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന വിസ ആണെന്നാണ് ഇന്ന് എന്റെ തോട്ടുണ്ടായിരുന്നത്. അത് ആക്ച്വലി അങ്ങനല്ല. ലൈക്ക് ഒരു സ്പോൺസർഡ് ആണെങ്കിൽ നമ്മൾ പോകുമായിരിക്കും, പക്ഷെ ജോബ് നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഫാദറിന്റെ കേസ് തന്നെ എടുത്തു നോക്കാന്ന് പറഞ്ഞാൽ ഹൗസ് ഡ്രൈവറുടെ വിസ ആയിരുന്നു. പക്ഷെ ആള് വർക്ക് ചെയ്തത് ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അതും മന്ത്ലി ചിലപ്പോൾ ചിലരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ സ്പോൺസർക്ക് മന്ത്ലി ചിലപ്പം ക്യാഷും കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പൊ അവിടെ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും, മന്ത്ലി ഈ പറഞ്ഞ സ്പോൺസർക്ക് ക്യാഷും കൊടുക്കണം, അതിന് പുറമെ നാട്ടിലേക്ക് പൈസ അയക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കൊന്ന് ഇപ്പോഴാണ് കുറച്ചും കൂടെ ചേഞ്ച് ചെയ്ത് വന്നത്. ഇപ്പം കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട്. ഇപ്പം NRI എന്ന് പറയുന്നത് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം NRI എന്ന് പറയുന്നത് UAE-യിലേക്കോ അല്ലെങ്കിൽ സൗദിയിലേക്കോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഈ മുന്നേ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം കുട്ടികളൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഒരു ബെറ്റർ കരിയർ അല്ലെങ്കിൽ ബെറ്റർ എന്താ പറയാ ബെറ്റർ എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ എനിക്ക് തോന്നുന്നു സ്ട്രഗിൾസ് ഒക്കെ എല്ലാവർക്കും തന്നെയാണ്. ഈ സ്ട്രഗിൾസ് എനിക്ക് തോന്നുന്നു അവർക്ക് മീൻസ് അവബോധം ഇല്ല, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് അവബോധം ഇല്ലാതെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്.
കാരണം പൈസ കിട്ടുന്നുണ്ടാവും, പൈസ നല്ല സാലറി ഉണ്ടാവും, പക്ഷെ ഇതെങ്ങനെ വിനിയോഗിക്കണം, അല്ലെങ്കിൽ അത് നല്ല റിട്ടേൺ ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് രീതികൾ എന്തൊക്കെ, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ട് ഒരു ടൈമിൽ നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവമുണ്ട്. ഈ NRIs കംപ്ലീറ്റ്ലി വന്നിട്ട് റിയൽ എസ്റ്റേറ്റിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. അവർ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിടും, വീടിനടുത്ത് എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടാക്കിയിടും. അവർ വിചാരിക്കും ഇതിൽ നിന്ന് റെന്റ് കിട്ടിയിട്ട് ലോൺ അടക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു. പക്ഷെ അതൊക്കെ വൻ ഫ്ലോപ്പ് ആയിരുന്നു, നേരെക്കൊണ്ട് വൻ ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, എല്ലാ ഇൻവെസ്റ്റ്മെന്റും കൂടി ഒരു ബക്കറ്റിൽ കൊണ്ടുപോയി ഇടരുത്. അത് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ വേണം. ഇപ്പം പ്രവാസികൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് റിസ്ക് ഉണ്ടല്ലോ, അത് സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞാൽ നമ്മളെ പൈസ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നൊക്കെ. എന്തായാലും ബേസിക്കലി നമ്മൾ അറിയേണ്ട കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിൽ സെബിയുടെ അണ്ടറിലുള്ള സാധനമാണ്. സ്റ്റോക്ക് മാർക്കറ്റാണ് നമ്മുടെ രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ ഇതിനെ നിലനിർത്തുന്നത്. കാരണം എല്ലാ റിലയൻസ്, ടാറ്റ, എല്ലാ കമ്പനികളും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. അത്തരം നല്ല കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്തായാലും കിട്ടും. ആൻഡ് മ്യൂച്വൽ ഫണ്ടിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് റിട്ടേൺ നൽകുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഡെപ്റ്റ് ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകൾ. അത്രപോലും റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അതിന് ബോണ്ടുകൾ 7 to 8% വരെ അവർ റിട്ടേൺ നൽകുന്നുണ്ട്. അപ്പം ഇത്തരം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സാധനങ്ങൾ എന്തൊക്കെയാണ്, കാറ്റഗറീസ് എന്തൊക്കെയാണ്, അതിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന പ്രവാസികൾക്ക് കിട്ടുന്ന സാലറി കംപ്ലീറ്റ്ലി നാട്ടിലേക്ക് അയക്കാതെ അതിൽ നിന്ന് ഒരു പെർസെന്റേജ് നമ്മുടെ അവരുടെ റിട്ടയർമെന്റ് പ്ലാനും കൂടിയും ചെയ്യാന്നല്ല. ഇപ്പൊ ഒരു കിട്ടുന്ന എമൗണ്ട് മൊത്തമായിട്ട് സ്പെൻഡ് ചെയ്യാതെ നമുക്ക് സേവിങ് ഹാബിറ്റും കൂടിയും ഇവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം വെരി റീസെന്റ് ഒരു SIPന്റെ കാൽക്കുലേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2000 രൂപ ഒരു 30 വർഷത്തോളം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഏകദേശം 7,20,000 അങ്ങനെയായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ 1,35,00,000 രൂപയോ അങ്ങനെ ആണ് വരുന്നത്. അപ്പൊ അത്രയും ആ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സേവിംഗ് പ്ലാൻ വരുന്ന സമയത്ത് വലിയ ഡിഫറൻസുകൾ നമുക്ക് ഉണ്ടാക്കി തരും. ഈ 2000 രൂപ എന്ന് പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ചൊരു UAE കണക്കെടുത്ത് നോക്കണ 100 ദിർഹമാണ്. അതെ, ഇല്ല അവിടെ നമ്മള് സിമ്മിന് ഏകദേശം 250 ഡാറ്റക്ക് 250 ദിർഹം കൊടുക്കേണ്ടി വരുന്നുണ്ട്. ചെറിയൊരു എമൗണ്ടാ, നമ്മളത് അറിയാത്ത രീതിയിൽ നമ്മൾ മന്ത്ലി അതിനെ മാറ്റി വെച്ചാൽ മതി. കാരണം ഇവിടെ നമ്മളെ പ്രവാസികൾ എന്തായാലും മിനിമം 10, 15, 20 വർഷം 30 വർഷമൊക്കെ എന്തായാലും അവിടെ നിൽക്കും എന്തായാലും. അതെ, കാരണം അത്രയും വലിയൊരു അസറ്റ് നമ്മുടെ 2 കൊല്ലത്തേക്ക് പ്ലാൻ ചെയ്ത് പോവാന്ന് അറിയാന്നുള്ളത് പറച്ചിലേ ഉള്ളൂ. നമുക്ക് അവിടെ പോയി നിൽക്കുന്ന സമയത്ത് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പൊ അവിടെ ഈ പറഞ്ഞ ഒരു 15 years അല്ലെങ്കിൽ 20 years എന്തായാലും ദുബായിൽ നിന്ന് അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ GCC നിന്നിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 20 വർഷം കഴിഞ്ഞ ഒരു മിനിമം ഒരു 2000 രൂപ മാത്രം ഇടുന്ന സമയത്ത് തന്നെ ഇത്രയും വലിയൊരു റിട്ടേൺ, അല്ലെങ്കിൽ അവർ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തൊരവസ്ഥ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അപ്പം അത് ഭയങ്കര ഒരു നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു ഹാബിറ്റ് ആണ്. ആ ഒരു ഫിനാൻസ് എങ്ങനെ സേവ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു ഹാബിറ്റാക്കി മാറ്റേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രവാസികൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഭയങ്കരമായിട്ട് അവർ വീടുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അവര് സാലറി കിട്ടി തുടങ്ങി കുറച്ച് എമൗണ്ട് ഉണ്ടല്ലോ, വീട് തറ എടുക്കുമ്പോ അത്യാവശ്യം വലിയ, അപ്പൊ പിന്നെയുള്ള അയാളുടെ ലൈഫ് മൊത്തം ഈ വീടിന് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് അയാൾ തിരിച്ചു വരുമ്പോ പോലും ചിലപ്പോൾ വീട് എടുത്തതിന്റെ ഒരു കടം ബാക്കിയുണ്ടാവും. അതുപോലെ തന്നെ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്കാണ് എനിക്ക് തോന്നി ചിട്ടികൾ കൂടാന്നുള്ളത്. ഓക്കെ, ചിട്ടി കൂടിയാൽ ഒരു എമൗണ്ട് അവിടെ കിട്ടുന്നുണ്ട്, പക്ഷെ ഈ എമൗണ്ട് എങ്ങനെയാണ് സ്പെൻഡ് ആകുന്നതും കൂടി ശ്രദ്ധിക്കണം. പലപ്പോഴും ഒരു കുടുംബത്തിൽ ഒരു പ്രവാസി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ പൈസ സ്പെൻഡ് ആക്കേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ ഫസ്റ്റ് നോക്കുക ഈ പ്രവാസിനെയാണ്. സ്ട്രഗിൾ ആൾക്കാർ മനസ്സിലാക്കില്ല. ഒരു പുറത്തേക്ക് പോയി എന്ന് പറയുന്ന സമയത്ത് തന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ല, അതൊരു ലൈഫ് സ്റ്റൈൽ മാറി എന്നുള്ള ഒരു തോട്ടിലാണ് ആൾക്കാരെ ഒരു അപ്രോച്ച് തന്നെ പിന്നെ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പം അതൊരു കുറച്ചും കൂടിയും കൃത്യമായിട്ട് അവര് ഞാനിത് പറയുന്നത് ഒരിക്കലും ഫാമിലിനെ സപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല. സ്റ്റിൽ അവിടെ നമ്മളൊരു കാര്യം കൂടി കുറച്ചും കൂടി സേഫർ സൈഡ് ആക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സോ കാര്യങ്ങളോ നമ്മൾ എന്തായാലും ജീവിതത്തിൽ നിർബന്ധമായിട്ടും പ്ലാൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ സ്വന്തം ഭാര്യനോട് പോലും ഷെയർ ചെയ്യാതെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ, വേദന എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പെയിൻ തന്നെയാണ്. അത് അയാൾ മാത്രം അനുഭവിക്കും. കാരണം ഭാര്യനോട് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഈവൻ ഫ്രണ്ട്സിനോട് പോലും ചിലപ്പോൾ അത് ഷെയർ ചെയ്യൂല. നമ്മൾ പത്രങ്ങളൊക്കെ കാണാറുണ്ട്, സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്തു. കാരണം ചിലപ്പോൾ അവർ അടുത്തുള്ള ക്ലോസ് ഫ്രണ്ട്സിൽ പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കാം. ഈ പ്രവാസികൾക്ക് പലപ്പോഴും വരുന്ന ഒരു സാഹചര്യം കൂടിയാണിത്.
കാരണം ഇത്തരം അവർ തിരിച്ചു വന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവർക്കൊരു വിലയില്ലാണ്ട്, കാരണം അവർക്ക് വേറെ റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ട മാർഗങ്ങളൊന്നുമില്ല, അവർ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയിട്ടില്ല, അവർ വേറൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല, ഏൺ ചെയ്യാൻ വേറെ വഴികളില്ല, പല്ല് പോയ സിംഹം എന്നൊക്കെ പറയല്ലോ ആ ഒരു അവസ്ഥ. എനിക്ക് തോന്നുന്നു അതൊരു കറക്റ്റ്ലി പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന്. ലൈക്ക് ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫണ്ട് നമ്മൾ എമർജൻസി ഫണ്ടിലോട്ട് മാറ്റി വെക്കും, കുറച്ച് നമ്മുടെ എന്റർടൈൻമെന്റിലോട്ട്, പല സേവിങ്സിലോട്ട്, ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ബാങ്കിലെ സേവിങ്സ്, പല സ്റ്റോക്ക് മാർക്കറ്റിലോട്ടൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ ഒരു സേവിങ്സോ അല്ലെങ്കിൽ അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് മാറ്റി വെക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അത് ഞാൻ പറയാം, ആ ഒരു വെൽബീയിങ്ങിലേക്ക് എത്താത്തതിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ. ആ ഒരു അപ്രോച്ച്, നമ്മൾ പ്രവാസി എന്ന് പറയുമ്പോൾ ഒരു അപ്രോച്ച് മാറും, ആൾക്കാർക്ക് ആ ഒരു അപ്രോച്ച് മാറാം. പൈസയായി അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ കിട്ടും എന്നുള്ളൊക്കെ ഒരു തോട്ടിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഇൻഡിവിജ്വലി, പ്രവാസികൾ പ്രത്യേകിച്ച് അവർ ഇൻഡിവിജ്വലി ആലോചിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഞാൻ കുറച്ച് സേവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിലേക്ക് തിരിച്ചു വരുന്ന സമയത്തേക്ക് ഈ ഒരു നെറ്റ് എമൗണ്ട് ഒരു ബിഗ് സീറോയിലേക്ക് എത്തിപ്പോവാതെ കൃത്യമായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഫസ്റ്റ് നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാം പരിപാടി വരികയാണെങ്കിൽ ഫസ്റ്റ് പിരിവുക പ്രവാസികളിലേക്കാണ്. അവര് ഓക്കെ എന്റെ പേര് ഇങ്ങനെ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അതിന് സംഭാവന കൊടുക്കും. സംഭാവന കൊടുക്കണ്ടെന്നല്ല, സംഭാവന കൊടുക്കണം, പക്ഷെ സ്വന്തം ആവശ്യത്തിന് വേണ്ട പൈസ മാറ്റി വെച്ചിട്ട് ആ ഒരു വിഹിതം മാറ്റി വെച്ചിട്ട് ചെറിയൊരു തുക കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരാൾ മാത്രമല്ലല്ലോ ഒരു നാട്ടിലുള്ളത്. ആ ഒരു കാര്യം കൂടി പ്രവാസികൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും കൂടുതൽ പിരിവുകൾ നടക്കുന്നത് ഗൾഫുകാരിൽ നിന്നാണ്. നമ്മൾ കൊറോണ സമയത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കൊറോണ സമയത്ത് പ്രവാസികൾക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ വന്നാൽ അവരെ പരിഗണിക്കാത്ത ഒരു സാഹചര്യം, വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ആളുകൾ മാറി താമസിക്കുന്നു, ഇത്തരം അവരെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവരെന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പം പൈസക്കൊക്കെ പ്രവാസികൾ വേണം. ബാക്കിയൊരു ഇമോഷണലി അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത്. ഇപ്പം എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, അപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ വരുന്നവരെ എന്നാ വരിക എന്നുള്ള സാധനമായിരിക്കും. വന്നു കഴിഞ്ഞാൽ നീ എന്നാ പോകുന്നേ എന്നുള്ളൊരു ആ ഒരു അപ്രോച്ച് തന്നെ അങ്ങനെ അത് മാറണം. അത് ഒരു മലയാളി സമൂഹത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലും ആ ഒരു ചേഞ്ച് ഉണ്ടാവണം. പ്ലസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാൻസ്, പ്രവാസികൾ എന്തായാലും അതിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രഗിള് ആഫ്റ്റർ ലൈഫ്, ലൈക്ക് ആഫ്റ്റർ ഒരു റിട്ടയർമെന്റ് ലൈഫ് ഒരു സ്ട്രഗിൾ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസിലേക്ക് വരുള്ളൂ. ശരിക്കും ഒരാളുടെ ലൈഫിന് ഒരു വാല്യൂ കൊടുക്കുന്ന, അല്ലെങ്കിൽ അയാൾക്ക് എല്ലാവർക്കിടയിലും വാല്യൂ കൊടുക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ പദവി കൊടുക്കുന്ന സാധനം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫിനാൻസ് തന്നെയാണ്. നല്ല രീതിയിൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എല്ലാ രീതിയിലും അയാൾക്കും സമാധാനം, സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അയാൾക്ക് ആ സൊസൈറ്റിയിൽ ഫാമിലി ഒരു വാല്യൂ ഉണ്ടാവും. അത് പ്രവാസികൾ അവരുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാന്നുള്ളത്. കാരണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ ഇപ്പം രോഗങ്ങൾ അറ്റാക്ക്, അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്ന സമയത്ത് മെഡിക്കൽ ഇൻഷുറൻസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും നമുക്ക് വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകുന്ന സമയത്ത്, ഇപ്പം കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് ഈ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് പക്ഷേ ഒരു GCCയിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഏഷ്യൻ കൺട്രീസിലേക്ക് പോകുന്ന സമയത്ത് അതിന് അത്ര ഇമ്പോർട്ടൻസ് ശരിക്കില്ല. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഗൾഫിലേക്ക് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ GCCയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്തും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ ഒരു ഡെയിലി അല്ലെങ്കിൽ ഒരു മന്ത്ലി ഒരു 20,000 30,000 ഒക്കെ സാലറി കിട്ടുന്ന ആൾക്കാരെ ഭയങ്കരമായി ഈ ഒരു ലൈഫ് സ്റ്റൈൽ മാറുന്നതോട് തന്നെ അവർക്ക് സേവിങ്സ് അല്ലെങ്കിൽ എമർജൻസി ഫണ്ടുകളൊക്കെ ഭയങ്കരമായിട്ട് അവർ സേവ് ചെയ്ത് വെച്ചിട്ടൊന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തരത്തിലൊരു അസുഖം വന്നു കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ വരുന്ന സമയത്ത് ഒരു 8 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ ഒറ്റയടിക്ക് ബില്ല് വരുന്നത്. അപ്പോഴും ഇവർ ഭയങ്കര ഫിനാൻഷ്യലി പിന്നെ ബ്രോക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവാറ്. അപ്പൊ അവിടെയും മെഡിക്കൽ ഇൻഷുറൻസും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മെഡിക്കൽ ഇൻഷുറൻസ് ഇപ്പൊ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഈ ഇൻഷുറൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ല, നമ്മള് ഡിസ്കസ് ചെയ്യുന്നത് കമ്പനീസ് പോലും ഇൻഷുറൻസ് ഈ കഫ്തീരിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ നാട്ടിൽ വന്നാലും അവർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും സിറ്റുവേഷൻ ഉണ്ടാവും. അതാണ് അങ്ങനത്തെ ഒരു എന്താ വെച്ചാൽ അവിടെ ഈ നോർമൽ അല്ലെങ്കിൽ
അവിടെ ഇപ്പം ഈ പറഞ്ഞ മാൻ പവർ കമ്പനീസ് അല്ലെങ്കിൽ അങ്ങനത്തെ പെട്രോളിയം കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അവർ ഈ വെയിലത്തൊക്കെ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര കൂടുക. ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് ഒരു 50 വയസ്സിൽ തിരിച്ചു വരുന്ന സമയത്ത് നോർമലി ഇവിടെ ഉണ്ടായിട്ട് ജീവിച്ച് നിൽക്കുന്ന ആൾക്കാരെയും കാട്ടിയും ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഹെൽത്ത് വൈസും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 7,000 രൂപയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10 ലക്ഷം രൂപ വരെയൊക്കെ നോർമൽ ഇൻഷുറൻസ് കവറേജ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം എത്രത്തോളം ഈ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിനുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ലൈക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഈ മെഡിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സിമിലർ ആയിട്ട് എന്തായാലും ചെയ്തിരിക്കേണ്ട, പ്രവാസികൾ എന്തായാലും ചെയ്തിരിക്കേണ്ട കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ്. പിന്നെ അതുപോലെ തന്നെ ഫാമിലി ബഡ്ജറ്റിംഗ് കൂടുതൽ ശ്രദ്ധിക്കുക. അതെ, അവിടെ ആ ഒരു അപ്രോച്ച് മാറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഗൾഫുകാരനാണ് എന്ന് പറയുന്ന സമയത്തേക്ക് ഇപ്പുറത്ത് കിട്ടുന്ന ആ ഒരു ലൈഫ് സ്റ്റൈലില് ബാക്കി ഫാമിലിയിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചും കൂടിയും ഇവര് ശരിക്കും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണത്. എനിക്ക് ഒരു 20,000 വരുമാനം മന്ത്ലി വീട്ടിലേക്ക് അയക്കാൻ കഴിയുമെങ്കിൽ അത് കംപ്ലീറ്റ്ലി ചെലവാക്കാതെ അതിലും എനിക്ക് സേവ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അതിനെ എടുത്തു വെക്കാൻ കഴിയണം എന്നുള്ളൊരു ചേഞ്ച് നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ട കാര്യം. കൃത്യമായിട്ട് നമ്മൾ ഗ്രോസറി ഐറ്റംസിന് എത്ര സ്പെൻഡ് ആക്കണം, ഇലക്ട്രിസിറ്റി എത്ര, ആ രീതിയിൽ കൃത്യമായി ഓരോ കാര്യങ്ങളും ബഡ്ജറ്റ് ചെയ്ത് ആ രീതിയിൽ ഫാമിലി ബഡ്ജറ്റ് തയ്യാറാക്കുക. അത് ആയിട്ട് മുന്നോട്ട് പോകുക. കാരണം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നോർമൽ ഇവിടുത്തെ ഏറെക്കുറെ സർക്കാർ എംപ്ലോയീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രവാസികളെ സംബന്ധിച്ച് അവർ അത് ഭയങ്കര വീക്കാണ്, ശ്രദ്ധിക്കാറില്ല. നാട്ടിൽ വന്നാലും നാട്ടിൽ വരുമ്പോഴും ഈ പറഞ്ഞ മാതിരി കുറെ സുഹൃത്തുക്കൾ വരും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടാവും. അവര് ഒരു ഗൾഫുകാരൻ വന്ന ഒരു സ്റ്റൈലാണ് എടുക്കുക. അപ്പം നമ്മളൊട്ടും കുറയ്ക്കരുത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരും കൈമേലുള്ള പൈസ മൊത്തം സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോവാൻ ടിക്കറ്റ് എടുക്കാൻ പോലും ചിലപ്പം പൈസ ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. അവർ ആ ഫൈനാൻസ് കറക്റ്റ്ലി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് പുറത്തു പോകേണ്ട ആവശ്യവും വരുന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നല്ലൊരു അത്യാവശ്യം. ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിലും ഇപ്പം ഒരു പഠിക്കാൻ പോകുന്ന സിറ്റുവേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു NRIs ഇപ്പം ഗൾഫിലേക്ക് എന്നുള്ള ഫ്ലോ കുറഞ്ഞിട്ട് ഇപ്പം വെസ്റ്റേൺ കൺട്രീസ്, ഇപ്പം UK-യിലേക്കും കാനഡയിലേക്കും ഒക്കെ കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യം. എന്തിനാണ് കുറെ ആൾക്കാർ എന്തിനാണ് പുറത്തേക്ക് പോകുന്നതെന്ന് ഞാനും ചിന്തിക്കാറുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ കാനഡയിലൊക്കെ പോയിട്ട് അവിടെ ഈ പൈസ ഉണ്ട്, ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഇന്ത്യ എന്നുള്ളൊരു രാജ്യം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ മാൻ പവറിന്റെ ആവശ്യം, അല്ലെങ്കിൽ ഇവിടെയും കൃത്യമായിട്ടുള്ള ജോലികൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജീവിതം ബെറ്റർ ആവണമെങ്കിൽ പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ജീവിതം ഇല്ലല്ലോ. ഫാമിലി ആയിട്ടുള്ള ഒറ്റപ്പെടലുകളാണ്. തിരിച്ചു വന്നാലും ഒന്നുമില്ല അവസ്ഥ, പിന്നെ പോയതിന്റെ ബാധ്യതകള്, ആ രീതിയിലുള്ള. അല്ല, എനിക്കും തോന്നുന്നു അവിടെ ഇപ്പം പണ്ട് ദുബായി പോയിട്ട് കിട്ടുന്ന പൈസ മൊത്തം കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ അയക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല വെസ്റ്റേൺ കൺട്രീസിലുള്ള. അവിടെ ഒരു മിനിമൽ സ്പെൻഡ് അവിടെ തന്നെ ചെയ്യണം. അവരെ ഒരിക്കലും ഒരു കൺട്രിയും വെറുതെ അവരെ ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇത് ചെയ്യില്ലല്ലോ. അവർക്ക് അവരെ എക്കണോമി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനും ക്യാഷ് എക്കണോമിയിൽ റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് കുറേം കൂടി ആൾക്കാർക്ക് അവിടെ വിസ ഓപ്പൺ ആയി കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റേ ബാക്കും കാര്യങ്ങളൊക്കെ എത്രയൊക്കെ കൊടുക്കുന്നത് ആ റീസൺ കൊണ്ട്. അവിടെ പോയിട്ട് കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ ഇപ്പൊ നേരത്തെ ഭാഷ പോലെ പറഞ്ഞ പോലെ ഫാമിലി ടൈം ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രഗിൾസ്, ഇമോഷണലി ഭയങ്കര വീക്ക് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവൻ്റെ ഒരു അനിയൻ ഈ അടുത്ത് പോയ സമയത്ത് പല്ലിന് എന്തോ പറ്റിയിട്ട് എനിക്ക് തോന്നുന്ന ഇൻഷുറൻസ് സമയം ആയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് ആരും പോയി നോക്കാനും ഒന്നും കഴിയില്ല. അവിടെ പോയിട്ട് ഇൻഷുറൻസും ഇല്ല. ഒരു പല്ലിന്റെ ഇത് എന്തോ ശരിയാക്കാൻ എനിക്ക് 40,000 രൂപയോ അങ്ങനെയായിട്ടാണ് കോസ്റ്റ് അവിടെ വന്നിട്ടുള്ളത്. അപ്പം അതൊരു സ്ട്രഗിൾ ആണ് സത്യം പറഞ്ഞാൽ. ടാക്സ് റേറ്റും കൂടുതലാണ്, UK-യിലൊക്കെ ടാക്സ് റേറ്റ്സ് ഒക്കെ കൂടുതലാണ്. അപ്പം ബെറ്റർ പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടെങ്കിൽ ശരിക്കും ഒരു NRI ആവേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ തന്നെ ബേസിക്കലി കാര്യങ്ങൾ വെൽ മാനേജ്ഡ് ആയിട്ട് പോകാൻ കഴിയും. അതിന്റെ കൂടെ ഇനി നിർബന്ധമായും പുറത്തേക്ക് പോകണം എന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പുറത്തത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, എൻജോയ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് വേണ്ട ഒരു കാര്യം പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ്. അത് ഏത് സ്റ്റേജിലേക്ക് പോകണം. നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്ത് നോർമൽ സിനാരിയോയിൽ വരുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതല്ല, ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിലും, അതല്ല അവിടെ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അവരും ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ അവിടെ 20% ആൾക്കാർ അവിടുത്തെ ഒരു സ്റ്റൈലിൽ തന്നെ പോവുകയാണ്. എൻ്റെ കുറെ സുഹൃത്തുക്കൾ ഇപ്പം പുറത്തുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് അവിടെ ജീവിക്കുന്നത്. അപ്പൊ അതൊരു
ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരു NRI സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പ്രോപ്പർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നുള്ളത്, അല്ലെ ഫിനാൻഷ്യൽ പ്ലാൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. ലൈഫ് റിട്ടയർമെന്റ് പ്ലാനും കൂടി സെറ്റ് ആക്കുക. തിരിച്ചു വരുമ്പോൾ എന്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ എനിക്ക് എത്ര അസറ്റ് ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടി അവിടെ പോകുമ്പോൾ തന്നെ സെറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പോയിന്റ് എങ്ങനെയാണ് ഒരു പ്രവാസി അല്ലെങ്കിൽ NRI എങ്ങനെയാണ് ഒരു ഫിനാൻസ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ വാല്യുബിൾ ആയിട്ട് കുറെ ഇൻസൈറ്റ്സ് തന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക.